അഡ്വക്കേറ്റ് കൃഷ്ണദാസ്, ഇപ്പോൾ കോടതി വിധി വന്നിരിക്കുകയാണല്ലോ. ഈ തോട്ടം ഉടമകൾ നൽകിയ ഹർജി തീർപ്പാക്കിക്കൊണ്ട് അവരുടെ ഹർജി തള്ളിയിരിക്കുകയാണ്. കേരള സർക്കാർ എന്താണോ തീരുമാനിച്ചത് അതിനൊപ്പം നിൽക്കുകയാണ് ഇപ്പോൾ കോടതിയും. കോടതി സർക്കാരിനൊപ്പം എന്ന് സർക്കാർ ആശ്വസിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ ഉണ്ടോ ഈ വയനാട്ടുകാർക്കൊപ്പം? അതിനെ അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാമോ എന്ന് എനിക്കറിയില്ല ഡോക്ടർ ലാൽ. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഗവൺമെന്റ് 30-ലേറെ സ്ഥലങ്ങൾ കണ്ടെത്തുകയും അതിൽ നിന്ന് 2 തോട്ടങ്ങൾ ഏറ്റെടുക്കാൻ തീരുമാനിക്കുകയും ചെയ്യുമ്പോൾ അതിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരമുള്ള നടപടികൾ തുടങ്ങിയപ്പോഴാണ് ആ തോട്ടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ ബഹുമാനപ്പെട്ട കോടതിയെ സമീപിക്കുകയും സ്റ്റേ നേടുകയൊക്കെ ചെയ്തിരുന്നത്. സർക്കാരിന് അത് സമവായത്തിന്റെ അടിസ്ഥാനത്തിൽ അന്നേ തന്നെ ഒഴിവാക്കാമായിരുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷേ ഏതൊരാൾക്കുമുള്ള അവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ കോടതിയെ സമീപിക്കുന്നു, അതിൽ തെറ്റൊന്നും കാണേണ്ടതില്ല. കോടതി ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം സെക്ഷൻ 34 പ്രകാരം അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഏറ്റെടുക്കുന്നതിന് സർക്കാരിന് അധികാരമുണ്ട് എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിൽ പ്രത്യേകിച്ച് പുതുമയൊന്നുമില്ല. സർക്കാർ ഇൻവോക്ക് ചെയ്ത സർക്കാരിന്റെ അധികാരം അതുണ്ട് എന്ന് കോടതി പറഞ്ഞു, അത്രയേ ഉള്ളൂ. അതല്ലെങ്കിലും സർക്കാരിനുണ്ട്. കോടതിയിൽ ചോദ്യം ചെയ്തപ്പോൾ ഹർജിക്കാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെക്കാൾ അപ്പുറത്ത് സർക്കാർ എടുത്തിട്ടുള്ള നടപടിക്ക് നിയമപരമായിട്ടുള്ള തടസ്സമൊന്നുമില്ല എന്ന് കോടതി സൂചിപ്പിച്ചു, അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് സർക്കാർ എടുത്ത ഏതെങ്കിലും നടപടിക്കുള്ള അംഗീകാരമാണ് ആയിരുന്നുവെങ്കിൽ സർക്കാർ നേരത്തെ തന്നെ പാക്കേജ് പ്രഖ്യാപിക്കട്ടെ. സർക്കാർ നേരത്തെ തന്നെ സ്ഥലം കണ്ടെത്തി അത് ഏറ്റെടുക്കാനുള്ള നടപടികൾ ആരംഭിച്ചു എന്നുള്ളതല്ലാതെ ഏറ്റെടുത്തിട്ടില്ലല്ലോ. ഇതല്ലെങ്കിൽ മറ്റൊരു സ്ഥലം കണ്ടെത്താനുള്ള നടപടികൾ ഉണ്ടായിട്ടില്ലല്ലോ. പക്ഷെ കഴിഞ്ഞ ദിവസം വരെ അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, കഴിഞ്ഞ ദിവസം വരെ നിങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് സർക്കാർ ഇങ്ങനെയൊരു നടപടി തുടങ്ങിയപ്പോൾ തന്നെ അത് കോടതിയിലാണ്. ഇപ്പം സ്ഥലം എവിടെ? ഏറ്റെടുത്ത സ്ഥലം എവിടെ? തർക്കത്തിലാണല്ലോ, നിയമ പോരാട്ടത്തിലാണല്ലോ, ഇതെല്ലാം അങ്ങനെ എത്തിയിരിക്കുകയാണല്ലോ എന്ന് നിങ്ങൾ സർക്കാരിനെ വിമർശിച്ചതാണല്ലോ. അതല്ല എന്ന് തെളിഞ്ഞിരിക്കുകയല്ലേ കാര്യങ്ങൾ? അങ്ങനെയല്ലല്ലോ ലാൽ. തെറ്റായ കാര്യങ്ങളൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ, ഉള്ള കാര്യങ്ങളല്ലേ പറഞ്ഞത്. കോടതിയിൽ ഉണ്ടായിരുന്നു ഹർജി, ഇന്ന് കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചു. നാളെ അതിന്റെ പുറത്ത് നടപടികൾ ആരംഭിക്കുമ്പോൾ ആ നടപടികൾ ആരംഭിക്കണം, സ്വാഭാവികമായും അതാണ് അതിന്റെ നടപടി. പിന്നെ സർക്കാരിനെ സംബന്ധിച്ച് സർക്കാരിന് ഇതിൽ വേഗത ഉണ്ടായിരുന്നുവെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനിയുള്ള അതിന്റെ ദുരന്തം അനുഭവിക്കുന്ന ആളുകളുടെ പട്ടിക തയ്യാറാക്കുന്ന കാര്യത്തിൽ, അതിൽ അർഹരായിട്ടുള്ള ആളുകളെ ചേർക്കുന്ന കാര്യത്തിൽ, അർഹരായിട്ടുള്ളവരുടെ ലിസ്റ്റ് കണ്ടെത്തുന്ന കാര്യത്തിൽ, അതെല്ലാം സർക്കാർ എടുത്തുള്ള നടപടികൾ ഇപ്പോ ചോദ്യചിഹ്നം പോലെ നിൽക്കുകയല്ലേ. സർക്കാരിന്റെ തന്നെ നേതൃത്വം കൊടുക്കുന്ന റവന്യൂ വകുപ്പിന്റെ മന്ത്രിയുടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി തന്നെ എന്താ പറഞ്ഞിട്ടുള്ളത് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ എത്രയോ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. ഇപ്പൊ ലിസ്റ്റ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നപ്പോൾ വയനാട്ടിൽ ഉണ്ടായിട്ടുള്ള ജനങ്ങളുടെ പ്രതിഷേധം എത്രയാണ്? നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ അത് കൊടുത്തതല്ലേ? അല്ല, ലിസ്റ്റ് കരടാണ് പുറത്തു വന്നത്. കരട് ലിസ്റ്റ് എപ്പോഴും ഇങ്ങനെ ആയിരിക്കുമല്ലോ, പരാതികൾ ഉണ്ടാകും, അത് തീർപ്പാക്കി അന്തിമ ലിസ്റ്റ് വരും. അന്തിമ ലിസ്റ്റ് ഉടനെ വരും എന്നാണ് ഇപ്പോൾ സർക്കാർ പറഞ്ഞിരിക്കുന്നത്. അത് വരട്ടെ. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ മറ്റേതൊരു ദുരന്ത ഭൂമിയിലും മറ്റേതൊരു സംസ്ഥാനത്തും രാജ്യത്ത് തന്നെയും ഉണ്ടായിട്ടുള്ള മറ്റ് ദുരന്തങ്ങൾ നേരിടുന്നതിനേക്കാൾ വേഗതയിലാണ് കേരളത്തിൽ നടക്കുന്നത് എന്ന് ആണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ 3-4 മാസങ്ങൾ കഴിയുമ്പോഴേക്കും കോടതി തന്നെ സർക്കാർ ഏറ്റെടുത്ത ഭൂമിയിൽ അതങ്ങനെ തന്നെ മതി, അത് മുന്നോട്ട് പോകാം എന്ന് അംഗീകരിക്കുമ്പോൾ അത് നിങ്ങൾക്കത് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. അതങ്ങനെ അല്ല കോടതി പറഞ്ഞത് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതിൻ്റെ വേഗത കുറച്ചുകൂടെ കൂട്ടാമായിരുന്നു എന്നൊക്കെ നിങ്ങൾ ഇപ്പോൾ പറയുന്നുണ്ട്. പക്ഷേ ഇതിനേക്കാൾ വേഗതയിൽ ഇന്ത്യയിൽ എവിടെയും നടന്നതായി കാണുന്നുമില്ല. അങ്ങനെ വരുമ്പോൾ ഒരു അംഗീകാരം കൊടുത്തില്ലെങ്കിലും അവഹേളിക്കാതെ കൂടെ നിന്നുകൊണ്ട് ഈ സർക്കാർ ചെയ്യുന്ന പുനരധിവാസ പ്രക്രിയയെ സഹായിക്കാനുള്ള കേന്ദ്ര നിലപാട് ഒന്ന് വേഗത്തിലാക്കിക്കൂടെ? ഡോക്ടർ ലാൽ, ഈ ദുരന്തമുണ്ടായ ആ നിമിഷം മുതൽ കേന്ദ്ര ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റിന്റെ സംവിധാനങ്ങളും കേന്ദ്രമന്ത്രിമാരടക്കമുള്ള ആളുകൾ, ഒരു കേന്ദ്രമന്ത്രി തന്നെ അവിടേക്ക് ഡെപ്യൂട്ടി ചെയ്യപ്പെട്ട് ശ്രീ ജോർജ് കുര്യന്റെ നേതൃത്വത്തിൽ ആ ദിവസം മുതൽ കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ വകുപ്പുകളെയും യോജിപ്പിച്ചുകൊണ്ട് NDRFന്റെ സംഘത്തെ ആണെങ്കിലും സൈന്യത്തെ ആണെങ്കിലും എയർഫോഴ്സിനെ ആണെങ്കിലും എല്ലാം സംയോജിപ്പിച്ചുകൊണ്ട്, സംസ്ഥാനത്തിന്റെ ഒരു പങ്കും കുറച്ച് കണ്ടുകൊണ്ടല്ല, നേരത്തെയും ഇതിന്റെ ചർച്ചകൾ ഉണ്ടായ സമയത്ത് നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ആദ്യഘട്ടങ്ങളിൽ സംസ്ഥാന ഗവൺമെന്റും അതിന്റെ ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ പോലീസ് സേനയും റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും അന്ന് കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തകർ, എത്രയോ സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകർ, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ, പ്രവർത്തകർ, അവരെല്ലാം നിരന്തരമായി ഇവിടെ കഠിനാധ്വാനം ചെയ്തതിന്റെയും
സമവായങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ ഉണ്ടെങ്കിൽ പരിഹരിച്ചുകൊണ്ട് എല്ലാ തരത്തിലുള്ള സഹായങ്ങളും അവിടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള പ്രയത്നം നടത്തിക്കൊണ്ട് പ്രത്യേകിച്ച് വീടുകൾ വെച്ച് കൊടുക്കുന്ന കാര്യത്തിലുള്ള വാഗ്ദാനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഓഫറുകൾ വെക്കുന്ന കാര്യത്തിലാണെങ്കിലും അതിനുള്ള സഹായങ്ങൾ നൽകുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ എല്ലാവരും നടത്തിയുള്ള ശ്രമങ്ങൾ ശ്ലാഘനീയം തന്നെയാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, BJP-യുടെ 5 സർക്കാരുകൾ 70 കോടി രൂപ നിലവിൽ സംസ്ഥാന സർക്കാരിന് കൈമാറി കഴിഞ്ഞിട്ടുണ്ട്. അത് ഉത്തർപ്രദേശ് ആണെങ്കിലും മധ്യപ്രദേശ് ആണെങ്കിലും അടക്കമുള്ള സംസ്ഥാനങ്ങളെല്ലാം കേരള ഗവൺമെന്റിന് അതിൻ്റെതായിട്ടുള്ള സഹായങ്ങൾ കൈമാറിയിട്ടുണ്ട്. അപ്പം കേരളത്തിലെ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സർക്കാരുകളും എല്ലാം ഈ തരത്തിൽ കേരളത്തോട് അനുഭവപൂർവമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റും അല്ല അതൊക്കെ ശരിയാണ്, അതൊക്കെ അത്തരത്തിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതൊന്നും കുറച്ച് കാണാൻ പറ്റില്ല. പക്ഷെ അതുപോലെ തന്നെ കേരളവും മറ്റ് പ്രദേശങ്ങളിലൊക്കെ ഇതുപോലെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ കേരളവും മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. കേരള സർക്കാരും സഹായങ്ങൾ നൽകിയിട്ടുണ്ട്. കേരളത്തിലുള്ള സാമൂഹ്യ രാഷ്ട്രീയ സംഘടനകളും അവരെയൊക്കെ സഹായിച്ചത് നമുക്കറിയുകയും ചെയ്യാം. അതൊക്കെ അവിടെ ഉണ്ട് കൃഷ്ണദാസ്. അതല്ല എൻ്റെ ഒരു ചോദ്യം ഞാൻ വീണ്ടും ഒന്നുകൂടി ഊന്നി ആവർത്തിച്ചുകൊണ്ട് ഞാൻ അടുത്ത അതിഥികളിലേക്ക് പോകാം. ഈ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ താങ്കൾ പറഞ്ഞതുപോലെയുള്ള സഹായങ്ങളൊക്കെ കേരളത്തിലെ വയനാട്ടിലെ ചൂരൽമലയിലെ ദുരന്ത ഭൂമിയിൽ ചെയ്തിട്ടുണ്ട് എന്ന് താങ്കൾ എടുത്തു പറയുമ്പോഴും സന്നദ്ധരായി ചെയ്ത ആളുകൾക്ക് നമുക്ക് കയ്യടി കൊടുക്കേണ്ടി വരും. കൂടുതൽ കയ്യടി കേന്ദ്ര സർക്കാരിൻ്റെ പെട്ടെന്നുള്ള റിയാക്ഷനും റെസ്പോൺസിനും കൊടുക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷെ അത് കൊടുത്തിട്ടുമുണ്ട് നമ്മൾ. പക്ഷേ അതിനൊക്കെ പിന്നീട് ബില്ല് വരുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. അപ്പോൾ പിന്നെ കൈയടിക്കണോ അതോ ഇതിനേക്കാൾ ബില്ല് കുറച്ച് തരുന്ന ആളുകളെ നമ്മൾ ഭാവിയിൽ അന്വേഷിക്കണോ എന്ന തോന്നലുണ്ടാകും നമുക്ക്? ഡോക്ടർ ലാൽ, നമുക്ക് രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായും നടക്കുന്ന പ്രവർത്തനങ്ങളെ അതിൻ്റെതായിട്ടുള്ള അർത്ഥത്തിലും കണ്ടുകൊണ്ട് മാത്രമേ ഈ തരത്തിലുള്ള രംഗങ്ങളിൽ നമുക്ക് പ്രവർത്തിക്കാൻ വേണ്ടി കഴിയും. രാഷ്ട്രീയത്തെ കണ്ടുകൊണ്ട് നമുക്ക് ഏത് തരത്തിലുള്ള ദോഷവും കണ്ടെത്തി അതിനെ വിമർശിക്കാനും അതിനുള്ള രാഷ്ട്രീയം കണ്ടെത്തി പ്രചരണം നടത്താനുള്ള അവകാശം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കുമുണ്ട്, സർക്കാരുകൾക്കുമുണ്ട്. പക്ഷെ അതേസമയം തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന യാഥാർത്ഥ്യങ്ങളെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ശരിയല്ലല്ലോ. കേന്ദ്ര ഗവൺമെന്റ് ബില്ല് കൊടുത്തു എന്ന് പ്രചരിപ്പിക്കുന്ന സമയത്ത് തന്നെ അതിന്റെ ബില്ലിന്റെ ഒരു രൂപമെങ്കിലും നാളിതുവരെ 2006-ന് ശേഷമുള്ള ബില്ലുകളാണ് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. അതിന് ഏതെങ്കിലും ഒരു തുക കൊടുത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് തർക്കമുള്ളതെങ്കിൽ തർക്കമില്ല. ഞാൻ അതിന്റെ ഒന്നും തർക്കത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ നേരത്തെയും ഇത് സൂചിപ്പിച്ചിട്ടുണ്ട്. KSEBക്ക് സർക്കാർ പൈസ കൊടുത്തിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റുകൾക്ക് പരസ്പരം പൈസ കൊടുക്കുക എന്നുള്ളത് അതാത് ഡിപ്പാർട്ട്മെന്റുകൾക്ക് ചെലവാകുന്ന പണം മറ്റൊരു ഡിപ്പാർട്ട്മെന്റാണ് ചെലവാക്കുന്നതെങ്കിൽ അതിൽ നിന്ന് കിഴിക്കുക എന്നുള്ളത് സ്വാഭാവികമായി നടക്കുന്ന പ്രക്രിയയാണ്. ആ പ്രക്രിയക്ക് അപ്പുറത്തൊന്നും അതിനകത്തില്ല. പിന്നെ അതിനെ ഒരു വിമർശനമായി നിങ്ങൾക്ക് കാണാമെങ്കിൽ കാണാം, ഞാനതിൽ തെറ്റൊന്നും കാണുന്നില്ല. പക്ഷെ അതേസമയം തന്നെ അത് കേന്ദ്ര സർക്കാർ ചെയ്യുമ്പോഴാണ്. നമുക്കിപ്പോ വിവിധ ഏജൻസികൾ സഹായങ്ങൾ നൽകുമ്പോൾ അവർക്കിപ്പോൾ താങ്കൾ KSEBയെ ഇടയ്ക്കിടയ്ക്ക് ചർച്ചകളിൽ പറയാറുള്ളത് കൊണ്ട് ഞാൻ പറയുകയാണ്, അവരെയൊക്കെ നമുക്ക് സഹായിക്കാനായി വിവിധ സഹായങ്ങൾ കേന്ദ്രം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുമ്പോൾ ആ സഹായത്തിൻ്റെ ഒരു വിഹിതം ഇത്തരം ഏജൻസികൾക്ക് കൊടുത്താലാണ് ഈ ഏജൻസികളെ നമുക്ക് പിടിച്ചു നിർത്താനാകുക. അതുകൊണ്ട് അവർക്ക് കൊടുക്കുന്നതിൽ തെറ്റുണ്ടെന്ന് ഞാൻ പറയില്ല, അത് താങ്കളും സമ്മതിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ കേന്ദ്രം രാജ്യത്തെ മുഴുവൻ ഒരു കുട കീഴിലാക്കി കൊണ്ടുപോകേണ്ട ഒരു സംവിധാനമാണ് കേന്ദ്ര സർക്കാർ. ആ സർക്കാർ മറ്റ് സംസ്ഥാനങ്ങളിൽ ദുരന്തമുണ്ടാകുമ്പോൾ അവരെ ചാടി വീണ് അവർക്ക് സഹായങ്ങൾ നൽകുന്നത് പോലെ തോന്നിപ്പിക്കുകയും കേരളത്തിൻ്റെ കാര്യത്തിൽ മാത്രം ഒരു ശത്രുതാ മനോഭാവം പോലെ ഇപ്പോൾ വയനാട് ചൂരൽമലയുടെ കാര്യത്തിൽ ഇതുവരെ ഒരു സ്പെഷ്യൽ പാക്കേജ് വന്നിട്ടില്ല. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കാൻ പറ്റുമോ? അതിനെ രാഷ്ട്രീയമെന്ന് പറഞ്ഞ് താങ്കൾ വിമർശിച്ചാൽ ശരിയാവോ? ഡോക്ടർ ലാൽ, എല്ലാ സംസ്ഥാനങ്ങളോടും അതാത് സംസ്ഥാനത്തിന്റെ NDRF ഫണ്ടിന്റെ വിഹിതത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ കേന്ദ്ര ഗവൺമെന്റിന് കൊടുക്കാൻ വേണ്ടി കഴിയൂ, കൊടുത്തിട്ടുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിന്റെ പ്രധാനപ്പെട്ട കാരണം അങ്ങനെ അല്ലാതെ ഒരു ഒരു എക്സോർബിറ്റന്റ് എമൗണ്ട് ഏതെങ്കിലും ഒരു സർക്കാരിന് കൊടുക്കാൻ വേണ്ടി കഴിയുമോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയൊക്കെ അത് പരിശോധിക്കാവുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ KSEBക്ക് കൊടുത്തതിനെ വിമർശിച്ചതല്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും സൂചിപ്പിച്ചത്. അത് എയർ ബില്ലിന്റെ കാര്യത്തിലാണെങ്കിലും KSEBയുടെ ബില്ലിന്റെ കാര്യത്തിലാണെങ്കിലും ഇനി വാട്ടർ അതോറിറ്റിയുടെ ബില്ലിന്റെ കാര്യത്തിലാണെങ്കിലും മറ്റേതെങ്കിലും വകുപ്പിന്റെ ബില്ലിന്റെ കാര്യത്തിലാണെങ്കിലും അത് അതാത് വകുപ്പുകളിൽ നിന്ന് തട്ടിക്കഴിക്കുക തന്നെ ചെയ്യും. അത് സ്വാഭാവികമായി നടക്കുന്ന പ്രോസസ്സാണെന്ന് ഞാൻ അല്ല, ഇത്തരം സഹായങ്ങൾ നൽകിയിട്ടാണ് അത് ചെയ്തതെങ്കിലും ഒക്കെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ദുരന്ത ആദ്യത്തെ രക്ഷാ ദൗത്യം നിർവഹിക്കുന്ന സമയത്ത് ഓടി വന്ന് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ബില്ല് അയക്കുന്നത് വലിയ താമസമില്ലാതെ വരുന്നു. അതൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഈ ചോദ്യം ചോദിക്കേണ്ടി വരുന്നത്. അത് അയക്കാതെ ഇത് പ്രധാനമന്ത്രി വന്ന അതേ വേഗതയിൽ
അതേ താല്പര്യത്തോടു കൂടി ആ കുട്ടിയെ എടുത്ത് ഉമ്മ വെച്ചതുപോലെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. അതൊക്കെ അന്ന് കേരളം വല്ലാതെ പുളകം കൊണ്ടതാണ് ആ സമയത്തൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത സമയത്ത് പിന്നീട് പാക്കേജും കൂടി വന്നിരുന്നുവെങ്കിൽ അത് നമുക്കൊരു വാർത്തയായി കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ സാർ. അതിന് നിങ്ങൾക്കും താല്പര്യമില്ലേ? ഇന്നിപ്പോൾ തമിഴ്നാട്ടിൽ കണ്ടൊരു കാഴ്ച എന്താണ്? അവിടുത്തെ സർക്കാരിനെ പലതും പ്രേരിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ പാർട്ടിയുടെ അവിടുത്തെ അധ്യക്ഷൻ ഒരു ചാട്ടവാർ എടുത്ത് സ്വന്തം ദേഹത്തടിക്കുന്ന കാഴ്ചയൊക്കെ കണ്ടു. വ്രതമായും എന്തോ സമരമാർഗമായിട്ടും ഒക്കെ അത് പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ BJPയുടെ അധ്യക്ഷൻ അതുപോലെ ഒരു ചാട്ടയെടുത്ത് അടിച്ച് വയനാടിന് വേണ്ടി പണം കൊണ്ടുവന്നിരുന്നുവെങ്കിൽ കൈയടിച്ചേനെ നമ്മൾ ഈ ചർച്ചയിൽ എഴുന്നേറ്റ് നിന്ന്. ലാൽ ആ കാര്യങ്ങൾ പരിശോധിച്ചിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ അങ്ങേക്ക് ഈ ചാനലിൽ ഇരിക്കുമ്പോൾ അതേ പറയാൻ കഴിയൂ എന്നുള്ളത് ഞാൻ വിശ്വസിക്കുകയാണ്. കേന്ദ്ര ഗവൺമെന്റ് NDRFിൽ നിന്ന് SDRFിലേക്ക് കൊടുക്കുന്ന പണം തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ വിഹിതം കൂടി ചേർത്തുകൊണ്ട് സ്വാഭാവികമായും ചെലവഴിക്കാൻ കഴിയുക. അതിൽ നാളെ വരെയുള്ള പണത്തിന്റെ 688 കോടി രൂപ ഇരിക്കുന്നതിൽ 77 കോടി രൂപ കഴിച്ചിട്ടുള്ള 688 കോടി രൂപ ഇരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് സർക്കാർ പറഞ്ഞിട്ടുള്ളത്. ഇനി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലും അതുപോലെ തന്നെ പണം ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഒന്നിനെയും കുറച്ച് കണ്ടുകൊണ്ടല്ല പറയുന്നത്. കേന്ദ്ര അല്ല, ഗവൺമെന്റ് കൊടുത്തില്ല അത് നമ്മൾ എന്നുള്ളത് ചർച്ച നിങ്ങളുടെ ചെയ്തതാണ്. പ്രകടനത്തിന് അർത്ഥമില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞു. SDRFിലെ പണം അവിടെ ബാക്കി വന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്കറിയാം. അതൊക്കെ എന്തിനു ഉപയോഗിക്കാനുള്ളതാണെന്ന് നമുക്കറിയാം. വയനാട് പുനരധിവാസത്തിന് അത് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളത് നമുക്കറിയാം. അവിടുത്തെ ഇതുവരെയുള്ള പല കമ്മിറ്റ്മെൻറ്റുകൾ നടപ്പിലാക്കാനുള്ള പൈസയൊക്കെ അതിനകത്തുണ്ട് എന്നുള്ളതും നമുക്കറിയാം. ഞാൻ വരാം.